കേരളത്തിലെ ആയിരക്കണക്കിന് വരുന്ന ആശാ വർക്കർമാർ കഴിഞ്ഞ 10 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരത്തിലാണ്. ഈ സമരത്തെ പുച്ഛിച്ചുകൊണ്ട് ധനമന്ത്രി ബാലഗോപാൽ പറഞ്ഞത് ഇവരെ ആട്ടിപ്പായിച്ചു കൊണ്ടുവന്ന് സമരം ചെയ്യിക്കുന്നു എന്നാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി, അതും ഈ സർക്കാരിലെ പ്രധാനപ്പെട്ട മന്ത്രിയായ ധനകാര്യമന്ത്രി, അത്തരത്തിൽ സമരം ചെയ്യുന്ന സ്ത്രീകളെ അധിക്ഷേപിക്കാൻ പാടുണ്ടോ? ഒരിക്കലും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന്, ഒരു മന്ത്രിയുടെ ഭാഗത്തു നിന്ന്, ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ഭാഗത്തു നിന്ന് വരാൻ പാടില്ലാത്ത ഒരു പ്രസ്താവനയാണ് ധനമന്ത്രി നടത്തിയത്. കാരണം രാഷ്ട്രീയമായി ആരൊക്കെയോ ഇവരെ ആട്ടിത്തെളിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ മനുഷ്യരല്ലേ ഇവർ? സ്ത്രീകളല്ലേ? അപ്പോൾ ആശാ വർക്കർമാർ അവരുടെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് സമരം ചെയ്യുന്നത്. ഈ ആരോഗ്യ രംഗത്ത് ഓരോ വീട്ടിലും കയറി ഇറങ്ങി ആരോഗ്യ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും പകർച്ചവ്യാധികൾ പടരാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കുകയും പ്രതിരോധ മരുന്നുകൾ നൽകുകയും മറ്റും ചെയ്യുന്ന വളരെ വലിയ കർത്തവ്യം നിറവേറ്റുന്നവരാണ് ആശാപ്രവർത്തകർ. കോവിഡ് കാലത്ത് നാം അത് കണ്ടതാണ്. കാരണം എല്ലാവരും സ്വന്തം വീട്ടുകാർ പോലും മാറി താമസിച്ച് ക്വാറന്റൈനിൽ കഴിയുന്ന രോഗികളെ കാണാനും അവർക്ക് ഭക്ഷണം എത്തിക്കാനും മരുന്നെത്തിക്കാനും എല്ലാം ആശാ വർക്കർമാരാണ് മുന്നിട്ടിറങ്ങിയത്. പക്ഷേ ഇവർക്ക് ലഭിക്കുന്ന വേതനം വളരെ തുച്ഛമാണ്. 6000 രൂപ ഓണറേറിയമാണ് ഇവർക്ക് മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം. 2000 രൂപ കേന്ദ്ര സർക്കാരും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു 8000 രൂപ കൊണ്ട് ഒരു കുടുംബം പോറ്റേണ്ട അവസ്ഥയിലാണ് ആശാ വർക്കർമാർ. ജീവിതത്തിൽ ഒരാശയുമില്ലാത്ത മനുഷ്യരായി അവർ മാറിപ്പോവുകയാണ്. 62-ാം വയസ്സിൽ അവർ പെൻഷൻ പറ്റി പിരിയുമ്പോൾ അവർക്ക് ഒരു ആനുകൂല്യവുമില്ല. ഈ വാങ്ങിക്കൊണ്ടിരിക്കുന്ന 8000 രൂപയുമായി തന്നെ അവർ ജോലി അവസാനിപ്പിക്കേണ്ടി വരുന്നു. കഴിഞ്ഞ 3 മാസമായി ആശാ വർക്കർമാർക്ക് ശമ്പളം ലഭിച്ചിട്ടില്ല. അപ്പോൾ സ്ത്രീകളായ ആശാ വർക്കർമാർ ഒരു ദിവസം അവധിയെടുത്താൽ ആ ദിവസത്തെ വേതനം കട്ട് ചെയ്യും. അപ്പോൾ ആലോചിച്ച് നോക്കൂ, അവർക്ക് നിയമനമില്ല, മറ്റ് ആനുകൂല്യങ്ങളില്ല, ഉത്തരവുകളില്ല. അങ്ങനെ തികച്ചും അരക്ഷിതമായ അവസ്ഥയിൽ ജീവിക്കുന്ന 10,000-കണക്കിന് ആശാ വർക്കർമാർ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നടത്തുന്ന സമരത്തെ വളരെ പുച്ഛത്തോടു കൂടിയാണ് ധനമന്ത്രിയും സർക്കാരും കാണുന്നത്. അപ്പോൾ വർക്കേഴ്സ് അസോസിയേഷൻ, ആശാ വെൽഫെയർ വർക്കേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിലാണ് സമരം. അതേസമയം CITU നേതൃത്വം നൽകുന്ന ആശാ വർക്കർ ഫെഡറേഷൻ കാസർഗോഡ് നടത്തിയ സമ്മേളനത്തിൽ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ആശാ വർക്കർമാരെ സ്ഥിരപ്പെടുത്തണം, അവരുടെ ശമ്പളം 15,000 രൂപയായി വർദ്ധിപ്പിക്കണം, പിരിഞ്ഞു പോകുമ്പോൾ അവർക്ക് 5 ലക്ഷം രൂപ സഹായമായി നൽകണം. ഇതേ ആവശ്യങ്ങളാണ് സർക്കാരിൻ്റെ തന്നെ സംവിധാനമായ സംഘടന CITU ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേ സമരത്തെയാണ് പരമപുച്ഛത്തോടെ ധനമന്ത്രി തള്ളിക്കളഞ്ഞിരിക്കുന്നത്. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്രയും ആനുകൂല്യം നൽകുന്നില്ല എന്ന ന്യായമാണ് നമ്മുടെ ഇടതുപക്ഷ മന്ത്രിമാർ ഉയർത്തുന്നത്. കേരളം എല്ലാറ്റിലും ഒന്നാമതല്ലേ? അപ്പോൾ ആശാ വർക്കർമാരുടെ കാര്യത്തിലും കേരളം മാതൃകാപരമായി ചെയ്യേണ്ടതല്ലേ? ഏതാണ്ട് 30,000-ഓളം ആശാ വർക്കർമാർ കേരളത്തിലുണ്ട്. ഈ 30,000 ആശാ വർക്കർമാർക്ക് 3 മാസമായി ശമ്പളം നൽകാൻ പോലും കഴിയാത്ത സർക്കാർ അവരുടെ ന്യായമായ അവകാശങ്ങൾ തള്ളിപ്പറയുകയും അവരെ അപഹസിക്കുകയും ചെയ്യുന്നത് ശരിയാണോ? എന്തായാലും തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചിട്ട് മാത്രമേ സമരം അവസാനിപ്പിക്കൂ എന്ന നിശ്ചയദാർഢ്യത്തിലാണ് ആശാ വർക്കർമാർ.